സർഫാസി നിയമം യഥാർത്ഥത്തിൽ വിദേശ അമേരിക്കൻ ബാങ്കുകളായ ICICI അതുപോലെ HDFC എന്ന് പറയുന്ന ബാങ്കുകളൊക്കെ തന്നെ വിദേശ മുതലാളിമാരുടെ ബാങ്കുകൾ. ആ വിദേശ മുതലാളിത്ത രാജ്യങ്ങളിൽ ജനങ്ങളെ കൊള്ളയാൻ വേണ്ടിയിട്ട് പ്രയോഗിച്ച നിയമം ഉണ്ടായിരുന്നു സർഫാസി. അതിൻ്റെ പേരും സർഫാസി എന്നാണ്. 3 ഘട്ടം അടവ് തെറ്റിക്കഴിഞ്ഞാൽ നിർദാക്ഷിണ്യം ജനങ്ങളെ വീട് കുടിയൊഴിപ്പിക്കപ്പെടുന്ന നിയമമാണ് സർഫാസി. അത് പേര് പോലും മാറ്റാതെ 2002 ഒറ്റക്കെട്ടായി പാസ്സാക്കപ്പെട്ട ഈ സർഫാസി നിയമത്തിൻ്റെ പിൻബലത്തിലാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് നമ്മുടെ ജനതയുടെ വീട് കുടിയൊഴിപ്പിക്കപ്പെടുന്ന അവസ്ഥ. ഒരു മനുഷ്യൻ്റെ മൗലികമായ അവകാശമാണ് വീട്, ഭക്ഷണം, വസ്ത്രം. ആ മൗലികമായ അവകാശം നമ്മുടെ ഭരണഘടനയിൽ സ്ഥാപിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് KVMൻ്റെ ഒരു ആവശ്യം. ഈ വീട്, ഭക്ഷണം, വസ്ത്രം നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശമായി സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ സർഫാസിക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സർഫാസി പാസ്സാക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥേനകത്ത് സർഫാസി എന്ന് പറഞ്ഞ കൊലയാളി നിയമം പിൻവലിക്കുകയും അതുപോലെ തന്നെ മറ്റ് നിയമങ്ങൾ പിൻവലിക്കുകയും ജനങ്ങളുടെ ഐതിഹാസികമായ പോരാട്ടങ്ങളുടെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പിന്തിരിപ്പൻ നിയമത്തിന് മാറ്റുന്ന രീതിയിലേക്ക് സമര പോരാട്ടങ്ങൾ നമ്മൾ നടത്തണം. ഇതിനകത്ത് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല, പോലീസുകാരടക്കം രക്ഷപ്പെടാൻ പോകുന്നില്ല. നമുക്കറിയാം, കൊക്കൂർ ഒരു പോലീസ് ഒരു ശ്രീധരേട്ടൻ ജപ്തി ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ നമുക്കറിയാം, അത്തോളി സുരേഷ് ബാബു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, അയാൾ ജപ്തി ചെയ്യപ്പെടുന്ന വക്കിൽ നമ്മൾ ഓടിയെത്തിയോണ്ട് ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടു. ഒട്ടനവധി ഹൈസ്കൂൾ മാഷന്മാർ ജപ്തി ചെയ്യപ്പെടുന്നു. എന്താണ് കാരണം? വീട്, ഭക്ഷണം, വീട്, വിദ്യാഭ്യാസം, ഇതൊക്കെ കടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അറിവ് നൽകുന്ന മഹത്തായ പ്രക്രിയനകത്ത് വിദേശ മുതലാളിമാർ കൊള്ള ലാഭടിക്കുന്ന പ്രക്രിയയാണ് വിദേശ സർവകലാശാല ഇവിടെ വരിക എന്ന് അനുവദിക്കുന്ന കൂടി സംഭവിക്കുന്നത്. വിദേശ സർവകലാശാല വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫീസ് നിശ്ചയിക്കുകയും അവർ ക്വസ്റ്റ്യൻ ബേസ്ഡ് പേപ്പർ നിശ്ചയിക്കുകയും അവർ ഈ സംഭവം നിശ്ചയിക്കുകയും ചെയ്യുന്ന പ്രക്രിയയിൽ അവരുടെ കൊള്ള നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ കടക്കാൻ പ്രയാസമാവുകയും അങ്ങനെ ജനങ്ങൾ കടക്കണിയിലാവുന്നത്. അതുകൊണ്ടാണ് ആമിനത്താത്ത വീട് ജപ്തിയായത്. മകളെ എന്ത് ചെയ്യുന്നു, ഡോക്ടർ ആക്കുമ്പോഴേക്കും ആമിനത്താത്ത വീട് ജപ്തിയാവും. അപ്പോൾ അതിൻ്റെ കാരണം വിദ്യാഭ്യാസ മേഖലയിൽ മുതലാളിമാരെ കൊള്ളക്ക് അനുവദിക്കുന്നതിന്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ സോവിയറ്റ് റഷ്യയിലോ അല്ലെങ്കിൽ ചൈനയിലോ എന്ത് സൂക്കേട് വന്നു കഴിഞ്ഞാലും ആരും കടക്കണിയിലാവില്ല. കാരണം എന്താണ്? ആരോഗ്യ മേഖല എന്ന് പറയുന്നത് സൗജന്യമായിരുന്നു അവിടെയൊക്കെ. എന്നാൽ ഇവിടെയോ ബേബി ഹോസ്പിറ്റൽ, കരിമ്പാറ എന്ന് പറഞ്ഞ അമേരിക്കൻ കുത്തക കൊടുത്തിരിക്കുന്നു, മിത്ര അമേരിക്കൻ കുത്തക കൊടുത്തിരിക്കുന്നു, മിംസ് അമേരിക്ക. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അവിടെ 3 പ്രാവശ്യം നമ്മുടെ അനുമതി വേണം മരുന്ന് ടെസ്റ്റിന്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ യൂറോപ്യൻ 3 പ്രാവശ്യം നമ്മുടെ വീഡിയോ കോൺഫറൻസ് അടക്കം സമ്മതം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് മരുന്ന് പരീക്ഷ നടത്താൻ പറ്റൂ. അങ്ങനെ